വയനാട് മാനന്തവാടി പഞ്ചാരക്കൊല്ലിയിൽ സ്ത്രീയെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ കടുവയ്ക്കായി വനംവകുപ്പിന്റെ തിരച്ചിൽ ഊർജിതമാക്കി. വനത്തിനുള്ളിൽ RRT സംഘം ഉടൻ തിരച്ചിൽ നടത്തുമെന്നറിയുന്നു. കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ മൃതദേഹം അല്പസമയത്തിനകം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. മാനന്തവാടി നഗരസഭാ പരിധിയിൽ UDF ആഹ്വാനം ചെയ്ത ഹർത്താൽ തുടങ്ങിയിട്ടുണ്ട്. പഞ്ചാരക്കൊല്ലിയിൽ നിന്ന് അഭിജിത്ത് മുഴക്കുന്ന് ചേരും. അഭിജിത്തിന് നമ്മോട് പറയാനുള്ളത് ഡോക്ടർ അരുൺ സക്കറിയുടെ ദൗത്യം, അതായത് ഈ കടുവയെ കണ്ടുപിടിച്ച് മയക്കുവെടി വയ്ക്കുക അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലുക. മാനന്തവാടി ആശുപത്രിയിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് കൂടി ചേരും. സംസ്കാര കർമ്മങ്ങളെക്കുറിച്ചും ഹർത്താലിനെ കുറിച്ചുമായിരിക്കും സുർജിത്ത് അയ്യപ്പത്ത് നമുക്കൊപ്പം ചേർന്ന് പറയുക. ആദ്യം പഞ്ചാരക്കൊല്ലിയിലേക്ക് അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നു. അഭിജിത്ത്, ഗുഡ് മോർണിംഗ് ടു ബോത്ത് ഓഫ് യു. അഭിജിത്ത്, ശരിക്കും ഇന്ന് ഈ ദൗത്യം എങ്ങനെയായിരിക്കും? കാരണം ഈ കടുവയെക്കുറിച്ച് സൂചനയൊന്നുമില്ല. കൂടൊക്കെ ഒരുക്കി അവർ കാത്തിരുന്നെങ്കിലും കടുവ രാത്രിയിൽ കൂടിനകപ്പെട്ടില്ല. കടുവ ഒരു നരഭോജിയായ കടുവയാണല്ലോ ഇത്. ഈ കടുവയ്ക്ക് കുറച്ചുകൂടി ബുദ്ധിയും വിവരം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പറയൂ. SKN ഗുഡ് മോർണിംഗ്. നരഭോജിക്കടുവയെ പിടികൂടുന്നതിനാവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും പഞ്ചാരക്കൊല്ലിയിൽ സജ്ജമാക്കി വച്ചിട്ടുണ്ട്. ഇന്നലെ തന്നെ അതുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് തയ്യാറായിരുന്നു. ബത്തേരിയിലെ RRT സംഘം ഈ പഞ്ചാരക്കൊല്ലിയിൽ ക്യാമ്പ് ചെയ്യുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് കൂട് കാണാം. ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ പഞ്ചാരക്കൊല്ലിയിൽ കൂട് സ്ഥാപിച്ചിരുന്നു. അതിൽ ഇരയെയും കാണാം. ഈ കൂട് സ്ഥാപിച്ചതിന് തൊട്ടപ്പുറത്ത്, അതായത് ഏതാണ്ട് 2 മീറ്ററുകൾ മാത്രം അപ്പുറമാണ് ഈ രാധയെ കടുവ ഇന്നലെ എത്തുകയും പിടികൂടുകയും ചെയ്തത്. തുടർന്ന് ഏതാണ്ട് 150 മീറ്ററുകളോളം അപ്പുറത്തേക്ക് രാധയെ കടുവ കൊണ്ടുപോവുകയായിരുന്നു. അവിടെ രാധയെ ഭക്ഷിച്ചിടുകയായിരുന്നു. പിന്നീട് ഈ തണ്ടർബോൾട്ട് സംഘമാണ് രാധയുടെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തത്. ഇന്ന് പ്രധാനമായും ഇവിടെ നടക്കുക ഈ RRT സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള വനത്തിലേക്ക് കയറിയുള്ള പരിശോധനയാണ്. അത് ഉടൻ ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നോർത്ത് DFO അല്പസമയത്തിനകം തന്നെ, നോർത്ത് DFO മാർട്ടിൻ ലോവർ ഇൻസിഡന്റ് കമാൻഡറായി അദ്ദേഹം അല്പസമയത്തിനകം ഈ പ്രദേശത്തേക്ക് എത്തും. അപ്പോൾ ഈ RRT സംഘത്തിന്റെ വനത്തിലേക്ക് കയറിയുള്ള പരിശോധന ആരംഭിക്കുകയും ചെയ്യും. തലപ്പുഴ, വരയാൽ, ഇരുളം, പുൽപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷനുകളിലെയും ഒപ്പം തന്നെ ചെതലത്ത് റേഞ്ചിലെയും വനപാലകരാണ് ഈ തെരച്ചിലിന് നേതൃത്വം നൽകുക. കൂടാതെ മുത്തങ്ങയിൽ നിന്ന് കുങ്കിയാനകളും ഈ ദൗത്യത്തിന്റെ ഭാഗമാകും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അരുൺ സക്കറിയ, വനം വകുപ്പ് ചീഫ് വെറ്ററിനറി സർജൻ ഡോക്ടർ അരുൺ സക്കറിയ ഈ ദൗത്യത്തിന്റെ ഭാഗമാകുന്നുണ്ട്. നമുക്കറിയാം, മുൻപ് പല ദൗത്യങ്ങളിലും അദ്ദേഹം ഭാഗമായിട്ടുള്ളതാണ്. അദ്ദേഹത്തെ മയക്കുവെടി വെക്കുന്നതിനാവശ്യമായ നടപടിക്രമങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും പുരോഗമിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൂടാതെ ഈ തിരച്ചിലിന് നോർമൽ തെർമൽ ഡ്രോണുകൾ ഉപയോഗിച്ച് പരിശോധന അത് ഇന്നലെ തന്നെ ആരംഭിച്ചതാണ്. അത് ഇന്നും തുടരുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഈ കടുവയുടെ സാന്നിധ്യം കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സൗത്ത് വയനാട്, നോർത്ത് വയനാട് ഡിവിഷനുകളിൽ നിന്ന് ക്യാമറ ട്രാപ്പുകളും കൂടി സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ക്യാമറകളിൽ ഏതിലെങ്കിലും ഈ കടുവ കുടുങ്ങിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഇന്നലെ വൈകിട്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട സാധ്യതകൾ പരിശോധിച്ചിരുന്നു. എത്രയും പെട്ടെന്ന് ഈ കടുവയെ സ്പോട്ട് ചെയ്യുക, ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു ഇന്നലത്തെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിൻ്റെ ഭാഗമായാണ് ഈ നാട്ടുകാരുടെ പ്രതിഷേധമുണ്ടാകുന്നു. അതിനെ തുടർന്ന് ഏറ്റവും അടിയന്തരമായി കടുവയെ വെടിവെക്കുന്നതിനാവശ്യമായ ഉത്തരവ് പുറത്തിറങ്ങുന്നു. തുടർന്ന് വൈകിട്ട് ഏതാണ്ട് 4:30 മണി സമയത്തോടുകൂടി തന്നെ കൂടെത്തുന്നു, കൂടിവിടെ സ്ഥാപിക്കുന്നു. ഇന്നലെ രാത്രി തന്നെ ഈ കടുവ കൂട്ടിൽ കുടുങ്ങും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ നിലവിൽ കടുവ ഈ കൂട്ടിൽ കുടുങ്ങിയിട്ടില്ല. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, SKN ഇന്നലെ രാവിലെ ഈ സംഭവം ഉണ്ടാകുന്നു. അതിനുശേഷം ഉച്ചയോടുകൂടി ഏതാണ്ട് 11 മണിയോട് സമയത്തോടു കൂടിയാണ് ഇത് പുറം ലോകം അറിയുന്നത്. അത് കഴിഞ്ഞ് ഏതാണ്ട് ഉച്ച കഴിയുന്ന സമയത്ത് 3 പേർ ഈ കടുവയെ വീണ്ടും ഇതേ പ്രദേശത്ത് തന്നെ കണ്ടു എന്ന് പറഞ്ഞിരുന്നു. അതായത് ഈ കടുവയെ, ഈ സംഭവം നടന്നതിന് മീറ്ററുകൾ മാത്രം അപ്പുറത്ത് വെച്ച് കടുവയെ വീണ്ടും കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് നിലത്തിരിക്കുകയായിരുന്നു. ഇവർ ഈ 3 പേർ അവിടേക്ക് എത്തിയ സാഹചര്യത്തിൽ കടുവ എഴുന്നേറ്റു. അതിൻ്റെ ശരീരമാസകലം കുടഞ്ഞു. ഈ കാഴ്ച കണ്ടതും ഇവർ തിരികെ ഓടുകയായിരുന്നു. അവരുടെ പ്രതികരണം നമ്മൾ ഇന്നലെ കേട്ടതാണ് 24-ലൂടെ. ഏതായാലും ആശങ്ക എന്നുള്ളത് നാട്ടുകാർക്കുണ്ട്, ഈ പ്രദേശവാസികൾക്കുണ്ട്. ഈ സംഭവം നടന്നതിന് തൊട്ടിപ്പുറത്ത് ഏതാണ്ട് 100 മീറ്ററുകൾ മാത്രം ഇപ്പുറത്ത് വീടുകളുണ്ട്. അതിനാൽ തന്നെ സാധാരണ രീതിയിൽ ഇവിടേക്ക് തങ്ങളുടെ ജോലി ആവശ്യങ്ങൾക്കായി നാട്ടുകാർ, പ്രദേശവാസികളൊക്കെ എത്തുന്നൊരു സ്ഥലം കൂടിയാണിത്. വിറകു ശേഖരിക്കുന്നതിനുൾപ്പെടെ ഈ പ്രദേശത്തേക്ക് ആൾക്കാർ എത്തുന്നുണ്ട്. അതിനാൽ തന്നെ അവരുടെ ഒരു ആശങ്ക പരിഹരിക്കേണ്ടതുണ്ട്. ഈ പ്രദേശവാസികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കടുവയുടെ ആക്രമണം മാത്രമല്ല, ഇതിനു മുൻപ് കാട്ടാനയുടെയും കാട്ടുപന്നിയുടെയും കാട്ടുപോത്തിൻ്റെയും കുരങ്ങിൻ്റെയും വരെ ആക്രമണങ്ങളെ അതിജീവിച്ചവരാണ്
പ്രമുഖരാണിവർ. ഇവരോട് ഒരു പക്ഷേ ഇവർ ഇന്നലെ ഈ പ്രതിഷേധത്തിൻ്റെ സമയത്തൊക്കെ അവർ ഏറ്റവും കൂടുതൽ പറഞ്ഞ ഒരു കാര്യം, തങ്ങൾക്ക് ഇത്തരത്തിൽ ഈ ഒരു കടുവയുടെ സാന്നിധ്യമുണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായിട്ടില്ല. അതിനാൽ ആ രീതിയിലുള്ള ഒരു ജാഗ്രത പുലർത്താൻ ഒരു പക്ഷേ അവർ ആ രീതിയിലുള്ള ജാഗ്രത എടുത്തിട്ടുമുണ്ടാകില്ല. അതിനാൽ തന്നെയാണ് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇന്നലെ ഈ സംഭവം നടന്നതിന് തൊട്ട് സമീപത്തുള്ള പ്രിയദർശിനി എസ്റ്റേറ്റിൽ ഉണ്ടായത്. ഈ രാധയെ ഇവിടേക്ക് ഈ ജോലി സ്ഥലത്തേക്ക് കൊണ്ടുവിടുന്നത് താൽക്കാലിക വാച്ചറായ ഭർത്താവ് അച്ചപ്പനാണ്. അദ്ദേഹം തൻ്റെ സ്കൂട്ടറിൽ രാധയെ ഇവിടെ കൊണ്ടുവിടുന്നു. തിരികെ അദ്ദേഹം വീട്ടിലെത്തിയ സമയത്താണ് ഇത്തരത്തിൽ ഒരാളെ കടുവ പിടിച്ചു എന്നുള്ള വാർത്ത കേൾക്കുന്നത്. അദ്ദേഹം സ്വാഭാവികമായും തൻ്റെ യൂണിഫോം അണിഞ്ഞ് ഇവിടേക്ക് തിരികെ എത്തുമ്പോൾ കണ്ട കാഴ്ച സ്വന്തം ഭാര്യ തന്നെയാണ് ഇത്തരത്തിൽ കടുവയുടെ ആക്രമണത്തിന് വിധേയായത് എന്നുള്ളതാണ്. ഏതായാലും ഇവിടെ ഈ ദൗത്യ സംഘത്തിന്റെ എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുങ്ങിയിട്ടുണ്ട്. അല്പസമയത്തിനകം ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തും. ഡോക്ടർ അരുൺ സക്കറി ഉൾപ്പെടെയുള്ളവർ ഈ ദൗത്യ സംഘത്തിന്റെ ഭാഗമാവുകയും ചെയ്യും. SK അഭിജിത്ത് മുഴക്കുന്നാണ് പഞ്ചാരക്കൊല്ലിയിൽ വിവരങ്ങൾ നൽകിയത്. 10 കൊല്ലത്തിനിടയിൽ 8 മനുഷ്യരെയാണ് കടുവകൾ കടിച്ചു തിന്നത് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. കടുവയുടെ ആക്രമണം മാനന്തവാടിയിലെയും അത് പരിസര പ്രദേശങ്ങളിലും ഒക്കെ ഈ പഞ്ചാരക്കൊല്ലിയിലും ഒക്കെ ആൾക്കാരുടെ ജീവിതം വളരെ ഭീതിക്ക് നടുവിലാക്കിയിട്ടുണ്ട്. മാനന്തവാടി ആശുപത്രിയിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് തത്സമയം ചേരുന്നു. സുർജിത്ത്, ഗുഡ് മോർണിംഗ്. എപ്പോഴാണ് മൃതദേഹം വിട്ടുകൊടുക്കുക? പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മറ്റെന്ത് വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്? SKN പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. ഇന്നലെ രാത്രി 8:30യോടുകൂടി തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർണ്ണമായും പൂർത്തിയായിട്ടുണ്ട്. ഇന്ന് രാവിലെ തന്നെ മൃതദേഹം വിട്ടുകൊടുക്കാനുള്ള നീക്കമാണ്. അതായത് അധികം സമയം വൈകില്ല എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. ഇതിനുശേഷം നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കി പോലീസ് ഈ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാനുള്ള നടപടിക്രമങ്ങൾ വൈകാതെ തന്നെ പൂർത്തിയാക്കുമെന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. ഇതിനുശേഷം നേരെ കൊണ്ടുപോകുന്നത് പഞ്ചാരക്കൊല്ലിയിലേക്ക് തന്നെയാണ്. പഞ്ചാരക്കൊല്ലിയിൽ ഈ സമുദായത്തിൻ്റെ ശ്മശാനത്തിലാകും സംസ്കാര ചടങ്ങുകൾ എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. പതിവില്ലാത്ത വിധം വൻ പോലീസ് സന്നാഹമാണ് ഇവിടെ നിലയുറപ്പിച്ചിട്ടുള്ളത്. ഇന്ന് ഹർത്താലാണ്. മാനന്തവാടി നഗരസഭയിൽ UDF-ഉം ഒപ്പം തന്നെ SDPI-യും ഹർത്താൽ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിൻ്റെ സാധ്യത കണക്കിലെടുക്കുന്നുണ്ട് പോലീസ്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ പോലീസ് സന്നാഹത്തെ ഇവിടെ വിന്യസിച്ചിരിക്കുന്നത്. മാത്രമല്ല ഈ കൂടുതൽ ഉദ്യോഗസ്ഥരെ ഇവിടേക്ക് ഈ ഭാഗത്തേക്ക് കേന്ദ്രീകരിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്നലത്തെ അനുഭവം അങ്ങനെയാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മന്ത്രി OR കേളുവിനെ അടക്കം തടയുന്ന നിലയിലേക്ക് അത്തരത്തിൽ പ്രതിഷേധം രൂപപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പല ആവശ്യങ്ങളും ആ മേഖലയിലെ ജനങ്ങളുമായി ബന്ധപ്പെട്ടുണ്ട്. അവിടെ വന്യമൃഗശല്യം രൂക്ഷമാണ്. പലപ്പോഴും കാട്ടുപോത്തും മറ്റ് വന്യമൃഗങ്ങളും എല്ലാം തന്നെ സജീവമായി അവിടെ ആ പ്രദേശത്തുണ്ട് എന്നുള്ളത് നാട്ടുകാർ തന്നെ പറയുന്നുണ്ട്. തേയിലത്തോട്ടങ്ങളും അതോടൊപ്പം കാപ്പിത്തോട്ടങ്ങളും എല്ലാം തന്നെ ഉള്ള മേഖലയാണത്. അതുകൊണ്ട് തന്നെ അവിടെ ഫെൻസിങ് അടക്കമുള്ള ആവശ്യങ്ങൾക്ക് ഒരു തരത്തിലുള്ള പരിഗണനയും നൽകാൻ ഈ വനം വകുപ്പ് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആക്ഷേപവുമായി ബന്ധപ്പെട്ട് ഉയരുന്നത്. ഈ 4 ഡിവിഷനുകളിൽ നിരോധനാജ്ഞ ഇതിനകം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ നിരോധനാജ്ഞ ഇന്നും തുടരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കടുത്ത പ്രതിഷേധത്തിൻ്റെ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് കൂടുതൽ പോലീസിനെ ഈ മേഖലയിലെല്ലാം തന്നെ വിന്യസിച്ചിരിക്കുന്നത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി രാവിലെ 8:30യോടുകൂടി തന്നെ മൃതദേഹം കൈമാറാനുള്ള നീക്കമാണിപ്പോൾ ആശുപത്രിയിൽ നിന്ന് നടക്കുന്നത്. SK സുർജിത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും വളരെ ഷോക്കിംഗ്, ഒരു ജനതയാകെ ഭീതിക്ക് നടുവിൽപ്പെട്ടിരിക്കുകയാണ് വയനാട്ടിൽ.